നമസ്കാരം. ഞാൻ ഡോക്ടർ ജയേഷ് പ്രകാശ്. നമുക്കിന്ന് അലർജിയെപ്പറ്റി ചർച്ച ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അനിയന്ത്രിതമായിട്ടുള്ള തുമ്മൽ, കണ്ണുകൾ വളരെയധികം ചുവന്നിരിക്കും. അതോടൊപ്പം തന്നെ പലപ്പോഴും ശരീരത്താകമാനം ഒരു ചൊറിച്ചിലുണ്ടാകാം. തൊണ്ട ചൊറിയുന്നൊരവസ്ഥയുണ്ടാകാം. ഇതിനെയൊക്കെ നമുക്ക് പൊതുവിലായിട്ട് അലർജി റിയാക്ഷൻസ് എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. എന്നാൽ ഇത്ര സിമ്പിൾ അല്ലാത്ത അലർജിയുടെ ഒരു തലം കൂടിയുണ്ട്. പലപ്പോഴും നമ്മൾ ന്യൂസിലൊക്കെ കണ്ടു കാണും. ഈ കൊഞ്ചോ ഞണ്ടോ ഒക്കെ കഴിച്ചു കഴിഞ്ഞ് മരണം സംഭവിക്കുന്നൊരവസ്ഥയും കൂടി കാണാറുണ്ട്. അപ്പോൾ അത് അലർജിയുടെ മറ്റൊരു തലമാണ്. വളരെ രൂക്ഷമായിട്ടുള്ള മരണത്തിന് പോലും കാരണമായേക്കാവുന്ന അലർജി. എന്താണ് അലർജി? അലർജി എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ, അതായത് ഒരു പുറത്തു നിന്നുള്ളൊരു വസ്തു നമ്മുടെ ശരീരത്തിനുള്ളിലോട്ട് കയറി കഴിയുമ്പോൾ അത് ശരീരത്തിന് നല്ലതാണോ ചീത്തയാണോ എന്ന് ചിന്തിക്കുന്ന ഒരു വേർതിരിവിന് ശേഷമാണ് ശരീരം അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഫോറിൻ ബോഡി വന്നു കഴിയുമ്പം അത് മോശമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂൺ വ്യവസ്ഥിതി അതിനെ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്നൊരു പ്രക്രിയയുണ്ട്. അപ്പോൾ ചില വ്യക്തികളുടെ ശരീരത്ത് മറ്റു ചിലരിൽ വളരെ നോർമലായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത വസ്തുക്കൾ എത്തിക്കഴിയുമ്പോൾ അതിനെതിരെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ അതിശക്തമായിട്ടുള്ളൊരു പ്രക്രിയ നടത്തുകയാണ്. അതായത് അവരിൽ നീർക്കെട്ടുണ്ടാകാം, ഈ ശരീരം ആസകലം ഇങ്ങനെ ഒരു പുകച്ചിലുണ്ടാകാം, ഉള്ളിൽ കഫം പോലെ നിറഞ്ഞു വരാം. ഈ ഒരു അവസ്ഥകളൊക്കെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. ഈ തുമ്മൽ, നമ്മുടെ ആ ഒരു ചൊറിച്ചിൽ, ഇതൊക്കെ ഇതിൻ്റെ ഒരു തുടക്ക സമയത്തുണ്ടാകുന്ന ചില ലക്ഷണങ്ങളാണ്. നമ്മളത് തീർത്തും മൈൻഡാക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലരിൽ ഈ പറയുന്ന പോലെ ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരെ എത്തും. അതായത് നമ്മുടെ ആ ഒരു എയർവേ പാത്ത് ഇതേപോലെ വളരെയധികം സ്വെൽ ചെയ്ത് ഇൻഫ്ലെയിംഡ് ആയിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിൽ നമുക്കത് ഈ പറഞ്ഞ പോലെ വെന്റിലേറ്റർ സഹായത്തോടു കൂടി തന്നെ ചിലപ്പോൾ ജീവൻ കുറച്ച് നേരത്തേക്ക് ഈ അലർജിക് റിയാക്ഷൻസ് ഒന്ന് കുറയുന്നത് വരെ നിലനിർത്തേണ്ടുന്ന അവസ്ഥ വരെ എത്താറുണ്ട്. അങ്ങനെ അലർജി വളരെ സിമ്പിളായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒന്നല്ല. എന്നാൽ എങ്ങനെ നമുക്ക് അലർജിയെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആയുർവേദത്തിൽ ഇതിനെ ഒരു കഫപ്രധാനമായിട്ടുള്ള അസുഖമായിട്ടാണ് കാണുന്നത്. അതായത് ഈ ഇൻഫ്ലമേഷൻ, സ്വെല്ലിങ് എന്നിവയൊക്കെ നമുക്കൊരു കഫപിത്ത പ്രധാനമായിട്ടുള്ള അസുഖമായിട്ട് കണക്കാക്കാറുണ്ട്. അപ്പോൾ അതുപോലെ അത്തരത്തിലുള്ള മരുന്നുകൾ കൊടുത്തുകൊണ്ടും അതോടൊപ്പം നമ്മുടെ ശരീരത്തിലെ ധാതുക്കളുടെ പ്രവർത്തനം ഒന്ന് സുഗമമാക്കാൻ വേണ്ടിയിട്ട് ദീപനവാചനമായിട്ടുള്ള ഔഷധങ്ങൾ കൊടുത്തുകൊണ്ട് ആണ് അലർജിയെ പലപ്പോഴും നമുക്ക് വരുതിയിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന രാസ്നാദി ചൂർണം എന്ന് പറയുന്നത്, കുളി കഴിയുമ്പോൾ അമ്മൂമ്മമാരൊക്കെ പഴയ സിനിമയിൽ നിറകിൽ തിരുമുന്ന രാസ്നാദി ചൂർണം, അതിന് ഈ അലർജിയുടെ കാര്യത്തിൽ വളരെയധികം ഈ പ്രത്യേകിച്ചും തുമ്മൽ, രാവിലെ എഴുന്നേൽക്കുന്ന തുമ്മലിൻ്റെ കാര്യത്തിൽ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി വളരെയധികം പങ്കുവഹിക്കാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ നിറകയിൽ തിരുമുക. പലപ്പോഴും ആ ഒരു സിമ്പിളായിട്ടുള്ള ആ ഒരു പൊടി ഉപയോഗിക്കുമ്പോൾ തന്നെ പലരുടെയും ഈ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള തുമ്മൽ അതിനുശേഷം ഇല്ലാണ്ടാവുന്നതായിട്ട് കണക്കാക്കാറുണ്ട്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. വളരെയധികം വറുത്ത് പൊരിച്ച ആഹാര പദാർത്ഥങ്ങൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടിരിക്കുന്ന സോസുകൾ, പുളി, ഉപ്പുരസം, ഇതൊക്കെ കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ എത്തുമ്പോൾ ഇതൊക്കെ പലരിലും ഈ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ വിരുദ്ധാഹാരം എന്നൊരു കൺസെപ്റ്റ് തന്നെയുണ്ട്. അതായത് പലതിൻ്റെയും കൂടെ ചില വസ്തുക്കൾ ഒരുമിച്ച് ചേർന്ന ആഹാരം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ദഹനപ്രക്രിയ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അത് പലപ്പോഴും അലർജിയിലേക്ക് നയിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആഹാരങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുക. പ്രത്യേകിച്ചും ആ ഒരു കൺസെപ്റ്റിൽ വരുന്നതാണ് തൈര്, മീനും ഒരുമിച്ച് കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എന്നാൽ ചിലരിൽ അതത്ര ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ഫിസിക്കലി വളരെയധികം ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ആഹാരം കിട്ടിയാലും അത് വളരെ പെട്ടെന്ന് തന്നെ ദഹിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ ശരീരം അധികം അനങ്ങാത്ത, ഓഫീസ് ജോബുമായിട്ട് മാത്രം ഇരുന്ന് എ സിയിലും മറ്റും സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഇത്തരത്തിലുള്ള ഈ ആഹാരങ്ങളുടെ ചില കോമ്പിനേഷൻസ് അലർജിയിലേക്ക് വളരെ പെട്ടെന്ന് നയിക്കാറുണ്ട്. അതോടൊപ്പം നമുക്ക് തലയിൽ തേക്കുവാൻ വേണ്ടി ചില പ്രത്യേകത്തിലുള്ള എണ്ണകളൊക്കെ ഉണ്ട്. അതൊക്കെയും നമുക്ക് തുളസിയോ കുരുമുളകിൻ്റെ ഇല, മുയൽച്ചെവിയൻ തുടങ്ങിയ അതൊക്കെ ഇട്ട് കാച്ചുന്ന, പണ്ട് കാലത്ത് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഇട്ട് കാച്ചിക്കൊണ്ടിരുന്ന എണ്ണകൾ, ഇതൊക്കെ നമുക്ക് ഒരു പരിധിവരെ ചെറിയ തരത്തിലുള്ള അലർജിയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതാണ്. അലർജിയുടെ കാര്യത്തിൽ ആയുർവേദത്തിൽ നമുക്ക് ചികിത്സയിൽ പഞ്ചകർമ്മ ചികിത്സ ഒരു പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. പലപ്പോഴും അലർജി കൂടി നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് വമനം അല്ലെങ്കിൽ വിരേചനം എന്ന് വെച്ചാൽ ഛർദ്ദിപ്പിക്കുക അല്ലെങ്കിൽ വയറിളക്കുക, ഈ ചികിത്സകൾ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. കാരണം
അവർക്ക് എന്ത് കഴിച്ചാലും ആകെ ഇറിറ്റേഷൻസ്, രാവിലെ എപ്പോഴും സ്റ്റഫ് നോസ് എന്ന് വെച്ചാൽ അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത പോലത്തെ ബുദ്ധിമുട്ട് പലപ്പോഴും വരാറുണ്ട്. എന്നാൽ ഒരു ഉച്ചയാവുന്നതോടുകൂടി ഈ ബുദ്ധിമുട്ടുകൾ കുറയുകയും ചെയ്യും. വൈകുന്നേരവും രാവിലെ ആകുമ്പോൾ വീണ്ടും കൂടുന്നൊരവസ്ഥയുണ്ട്. ഈ അവസ്ഥകളിൽ നമുക്ക് ഈ വമനം, വിരേചനം തുടങ്ങിയ പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്ത ശേഷം നമുക്ക് ശമന ഔഷധങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വളരെയധികം മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതോടൊപ്പം ഈ അലർജി എന്നൊരു അവസ്ഥ പലപ്പോഴും നമുക്ക് ഇപ്പോൾ ഒരു പേടിയോ ബുദ്ധിമുട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ പോലെ വയറ് കാളലുണ്ടാകുക, കഫത്തിൻ്റെ ഒരു ആധിക്യം വരിക തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് സംഭവിക്കാറുണ്ട്. അത്തരത്തിൽ നമുക്ക് ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവരിൽ നമുക്കൊരു മാനസികപരമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുകയും കൂടി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അലർജി നമുക്ക് നമ്മുടെ ശരീരത്തിൽ സ്വതസിദ്ധമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. എന്നാൽ അതിൽ ഹൈപ്പർ ആക്ടിവിറ്റിയാണ് ആക്ച്വലി നമുക്ക് ഈ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ആ ചില വ്യക്തികളിൽ മാത്രമാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പലപ്പോഴും അത് പാരമ്പര്യമായിട്ട് കണ്ടുവരാറുമുണ്ട്. അപ്പോൾ ആ ഒരു പാരമ്പര്യമായിട്ടുള്ള ആ ഒരു ആംഗിളും നമ്മൾ ചികിത്സ ചെയ്യുന്ന സമയത്ത് ഒന്ന് നോക്കേണ്ടതാണ്. അപ്പം അത്തരത്തിൽ ഉള്ള വ്യക്തികളിൽ കുറച്ചുകൂടി കഠിനമാണ് അലർജിയുടെ ചികിത്സ. നമുക്കത് കൺട്രോൾ ചെയ്ത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥ തന്നെയാണ് അലർജി.